ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ സ്വേഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് മസാല കറുത്തലുവ. കറുത്തലുവയാണ് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്, മസാല കറുത്തലുവ. ഞങ്ങളുടെ നാട്ടിൽ പൂരത്തിന് പോയപ്പോൾ അവിടെ നന്നായിട്ട് ഇങ്ങനെ ചെറിയൊക്കെ ഇട്ടിട്ട് കറുത്തലുവയിൽ ഇങ്ങനെ ചെറിയൊക്കെ ഇട്ടിട്ട് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചത് എന്താ ലുവയെന്ന് ചോദിച്ചപ്പോൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് എന്തെലുവെന്ന് ചോദിച്ചപ്പോൾ മസാല കറുത്തലുവ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഒരു പീസ് അവർ കഷ്ണമായിട്ട് നമുക്ക് തരുമല്ലോ, ടേസ്റ്റ് നോക്കാം. അങ്ങനെ നോക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വാങ്ങിച്ച് എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ അത് അവർ മൈദ വെച്ചിട്ടാണ് സംഭവം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഞാനത് ഈ ഹലുവ അരിപ്പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് മസാല കറുത്ത ഹലുവ. എങ്ങനെ ഉണ്ടെന്ന് നോക്കൂ. ഇൻഗ്രീഡിയൻസ് കാര്യങ്ങളൊക്കെ റെഡിയാണ്. അപ്പം അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്ക് സപ്പോർട്ട് എന്തായാലും ചെയ്യണേ. അപ്പോൾ ഈ ഹലുവ ഉണ്ടാക്കുന്നത് നല്ല എളുപ്പമുള്ള പരിപാടിയൊന്നുമല്ല. നന്നായിട്ട് ഇളക്കി ഇളക്കി കയ്യിൻ്റെ ഉപ്പാട് പോകും. അതുകൊണ്ടാണ് പിന്നെ 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 വെച്ചിട്ടിരുന്നത്. ഇപ്പോൾ അതൊന്നും കൂടി കഴിക്കണം എന്നുള്ളൊരാഗ്രഹം. അപ്പം ഞാൻ അരിപ്പൊടി വെച്ചിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ നോക്കാം. സംഭവങ്ങളൊക്കെ റെഡിയാണ്, ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഹലുവ ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ: അരിപ്പൊടി ഞാൻ എടുത്തിട്ടുള്ളത്, അതുപോലെ ശർക്കര എടുത്ത് വെച്ചിട്ടുണ്ട്, നല്ല കറുത്ത ശർക്കരയാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. തേങ്ങാപ്പാൽ ഞാൻ പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. 1.5 തേങ്ങയാണ്, പാലാണ് ഞാൻ എടുത്ത് വെച്ചിട്ട്, തേങ്ങയുടെ പാലാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. ഒന്നും കൂടി അരിക്കാണ്ട് കേട്ടത്. പിന്നെ നെയ്യ് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്, നല്ല പശു നെയ്യാണ്. പിന്നെ മസാലകളാണ് നമ്മുടെ ജീരകം പൊടിച്ചത്, ചുക്ക്, കുരുമുളക്, ഏലക്കായ, ഇത്ര സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അണ്ടിപ്പരിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്, വെളുത്ത എള്ള് എടുത്ത് വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ തേങ്ങാക്കൊത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. പാത്രം ഞാൻ അടുപ്പിൽ വെച്ച്, നല്ല നോൺ സ്റ്റിക്ക് പാത്രം വെച്ച് അതിലേക്ക് ശർക്കര ഇട്ട് കൊടുത്ത്, ഇനി തേങ്ങാപ്പാൽ അരിച്ചിട്ട് ഒഴിക്കണം. അരിപ്പെടുത്തിട്ട് അരിച്ചിട്ട് ഒഴിക്കണത്. ഒഴിച്ചതിന് ശേഷം തീ കത്തിച്ച് ചെറു തീയിൽ ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി അരിപ്പൊടി ഇതിൻ്റെ ഒപ്പം തന്നെ ചേർക്കണം. അപ്പോൾ ഈ തേങ്ങാപ്പാൽ ഞാൻ എടുത്ത് വെച്ചാൽ അരിപ്പൊടി കലക്കിയിട്ടാണ് ഈ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പം തന്നെയാണ് ചെയ്യണത്. നല്ല എന്നിട്ട് തീ ഒന്ന് കൂട്ടി വെച്ചിട്ട് നന്നായി ഇളക്കി എടുക്കണത്. ഈ നല്ല ശർക്കരയാണ്, കരടും കാര്യങ്ങളും ഒന്നുമില്ലാത്ത ശർക്കരയാണ്, മണ്ണോ കാര്യങ്ങളോ ഇല്ലാത്ത നല്ല ഫ്രഷ് ശർക്കര ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾ ശർക്കരപ്പാനി ഉണ്ടാക്കിയതിന് ശേഷം വേണം തരിച്ച് മാറ്റി വല്ല ഇതുണ്ടോ പൊടികളുണ്ടോ എന്നൊക്കെ നോക്കിയതിന് ശേഷം വേണം നിങ്ങൾ ശർക്കര ചേർക്കാൻ വേണ്ടി. ഇത് നല്ല ഫ്രഷ് നല്ല ശർക്കര കിട്ടിയത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യണത് കേട്ടോ. ഇപ്പം ഞാൻ ശർക്കരയൊക്കെ ഇങ്ങനെ അലിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മുടെ ഈ മിക്സ് നമുക്ക് കട്ടിയായിട്ട് വരുന്നുണ്ട്. ഇങ്ങനെ കുറുകിയ രൂപത്തിലായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇത് കൈ വെച്ച് നന്നായി ഇളക്കിക്കൊണ്ടേയിരിക്കണം കേട്ടോ. ഇളക്കി ഈ ഹലുവ ഉണ്ടാക്കാൻ നല്ല പണിയാണ്. ഇളക്കിക്കൊണ്ടേയിരിക്കണം. അതിനെ നന്നായി ഇളക്കി ഇങ്ങനെ ബബിള് പൊട്ടുമ്പോൾ ഞാൻ ഇതിലേക്ക് നെയ്യാണ് ചേർക്കാൻ വേണ്ടി പോകുന്നത്. നല്ല പശു നെയ്യ് ചേർക്കുക. എത്ര വേണമെങ്കിലും ചേർക്കുക. അങ്ങനെ ഇടയ്ക്കിടയ്ക്കായിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ 2 വലിയ സ്പൂണ് നെയ്യ് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ഇളക്കാനാണ് ഏറ്റവും വലിയ പാട് നമ്മൾ ഹലുവ ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ നന്നായി ഇളക്കി ഈ നെയ്യും നമ്മൾ മിക്സും ഹലുവയുടെ മിക്സും ഒക്കെ നന്നായിട്ട് കുറുക്കി ഇന്നങ്ങനെ തെളിഞ്ഞ് വരണം. എണ്ണ അങ്ങനെ തെളിഞ്ഞ് വരണം. തേങ്ങാപ്പാലിലുള്ള എണ്ണ ഉണ്ടാവില്ലേ, അതൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വരണം. അങ്ങനെ തെളിഞ്ഞ് വന്ന് തുടങ്ങുമ്പോൾ നമ്മളുടെ ഈ മസാലകളും കൂടി ഇടണം കേട്ടോ. ഞാൻ എടുത്ത് വെച്ച മസാലകളും കൂടി ഇട്ടിട്ട് ഞാനിത് നന്നായിട്ട് ഇളക്കിയെടുക്കുകയാണ്. കൈ വെച്ച് നന്നായിട്ട് ഇളക്കി 1 മിനിറ്റൊക്കെ നമ്മൾ കൈമാറ്റാം. കാരണം നോൺ സ്റ്റിക്ക് അല്ല, അടി പിടിക്കൊന്നുമില്ല. പക്ഷേ ഉരുളിയിലൊക്കെ ഉണ്ടാക്കണവർക്ക് പെട്ടെന്ന് അടി പിടിക്കും. അപ്പോൾ ഞാൻ നന്നായി ഇളക്കിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ അരുകുന്നൊക്കെ ഇങ്ങനെ എണ്ണ ഇങ്ങനെ തെളിഞ്ഞ് അതുപോലെ തന്നെ നമ്മുടെ മിക്സ് ഇങ്ങനെ വിട്ട് വരുന്നുണ്ട്. ഇതൊന്നല്ല പാകം, ഇനിയും നന്നായി ഇളക്കണം. നന്നായി കുറുകി ഇങ്ങനെ എണ്ണയിൽ ഇങ്ങനെ ഒക്കെ എണ്ണ ഇങ്ങനെ കിടന്നിങ്ങനെ എന്താ പറയുക, കളിക്കില്ലേ എന്ന് പറയില്ലേ, അതുപോലെ. അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ എണ്ണ അങ്ങനെ തെളിഞ്ഞ് മേപ്പടിക്ക് ഇങ്ങനെ വരണം തുടങ്ങിയപ്പോൾ ഞാൻ നമ്മുടെ എടുത്ത് വെച്ചുള്ള തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പും വെളുത്ത എള്ളൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. തേങ്ങാക്കൊത്തും വറുത്തിട്ടല്ലല്ലോ ഇടുന്നത്. അപ്പോൾ അതിൽ കിടന്നിട്ട് തന്നെ നല്ല മൂക്കട്ട് വെച്ചിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കണം കേട്ടോ. എന്നിട്ട് നന്നായി ഇളക്കി കൊടുത്തത് നല്ല വിട്ട് വരണം. ഇനി എണ്ണകൾ നല്ല തെളിഞ്ഞ് വരണം.
തെളിഞ്ഞ് വന്നതിന് ശേഷം ഞാൻ പാത്രത്തിലേക്ക് മാറ്റണം. പക്ഷേ തെളിഞ്ഞ് വരുന്ന ലാസ്റ്റിലെ വീഡിയോ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി നേരത്തെ അത് ഓണായില്ല. ഞാൻ പട്ടം ഞെക്കി, പക്ഷേ എന്തുകൊണ്ടോ അത് ഓണായില്ല. അപ്പോൾ അത് എടുത്ത് നല്ല എണ്ണയിൽ ഇങ്ങനെ ഇതായി കിടക്കുന്നത് ആ വീഡിയോ ഇതിൽ മിസ്സാണ്. ലാസ്റ്റത്തെ ഈ പാത്രത്തേക്ക് എടുത്ത് ഒഴിക്കണ വീഡിയോ. പക്ഷേ ഇതുപോലെയാണ് ഒഴിച്ചതിന് ശേഷമുള്ളതാണ്. ഇത് ഒഴിച്ച ഇതിലേക്ക് ഞാൻ നമ്മുടെ കേക്കിൻ്റെ ഒരു പാത്രമാണ്, കേക്ക് ഉണ്ടാക്കുന്ന പാത്രത്തിലേക്കാണ് സെറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുള്ളത്. ഞാൻ നമ്മുടെ ഹലുവ മിക്സ് ഇതിലേക്ക് ഞാൻ വെളുത്ത എള്ളിട്ട് കൊടുത്ത് അതിന് ശേഷം അണ്ടിപ്പരിപ്പ് വെച്ച് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് ഇത്രയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. നന്നായി തണുക്കണം. ഇത് ഒരു 20 മണിക്കൂറോളം നന്നായി റൂം ടെമ്പറേച്ചറിൽ തണുക്കണം. എന്നതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാം. അങ്ങനെ ഞാൻ പിറ്റേ ദിവസമാണ് ഇത് എടുത്ത് ഉപയോഗിക്കണത്, കട്ട് ചെയ്യണതൊക്കെ കാണിച്ചു തരണം. സെറ്റ് ചെയ്യാൻ വേണ്ടി പാത്രത്തേക്ക് ഒഴിക്കുമ്പോൾ തന്നെ ഞാൻ ഇതിൽ നിന്ന് കുറേ എണ്ണ എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. അത്രയ്ക്ക് എണ്ണ ഉണ്ടായിരുന്നു അതിൽ. എന്നിട്ടാണ് ഞാൻ ഈ കേക്കിൻ്റെ പാത്രത്തിൽ ഞാനിത് സെറ്റ് ചെയ്യാൻ വേണ്ടി വെച്ച് ഇനി കട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. നോക്കി കട്ട് ചെയ്യുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഹലുവയാണ്. അതിനെ കട്ട് ചെയ്തിട്ട് ഞാൻ അച്ഛനും സുനിയേട്ടനും ഒന്ന് കൊടുത്തൊക്കെ അവരുടെ അഭിപ്രായം അറിയാം എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ഇത് ഞാൻ കട്ട് ചെയ്യാണ്. കണ്ടില്ലേ എന്ത് സോഫ്റ്റാണ് സംഗതി. കാണുമ്പോൾ തന്നെ തോന്നില്ലേ നല്ല കറുത്ത ഹലുവ കിട്ടണമെങ്കിൽ നല്ല കറുത്ത ശർക്കര എടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് സുനിയേട്ടന് കൊടുക്കുകയാണ്. അങ്ങനെ സുനിയേട്ടന് നല്ല ഇഷ്ടമായി. അതിന് ആച്ചു ബേബിക്കും കൊടുത്ത് ആച്ചു ബേബിക്കും സംഭവം ഇഷ്ടമായി എന്ന് പറഞ്ഞ് അപ്പോൾ അവരുടെയൊക്കെ റിവ്യൂ കിട്ടി. ഞാനും ഈ ഹലുവ ഒന്ന് കഴിച്ച് നോക്കിയാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിലിട്ട് അങ്ങനെ അലിഞ്ഞു പോണ പോലെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സംഭവം എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ തന്നെ ഉണ്ടാക്കിയാലേ അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടാതിരിക്കുമോ? അതല്ല, സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഈ അവരുണ്ടാക്കിയത് നല്ല മൈദപ്പൊടിയിലാണ് ഉണ്ടാക്കിയത്. ഞാൻ അരിപ്പൊടിയിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൻ്റെ ഒരു ഡിഫറൻസ് ഉണ്ട്. ഇനി പിന്നെ ഒരിക്കൽ ഞാൻ മൈദപ്പൊടിയിൽ ഉണ്ടാക്കി നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് സപ്പോർട്ട് ഫോർ